കേരളത്തെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെ വാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് ശക്തമായ തെളിവുകൾ നിരത്തി അപ്പീൽ നൽകാൻ ഒരുങ്ങി പ്രോസിക്യൂഷൻ. കേസിൽ നിർണായകമാകുന്നതും ദിലീപിന്റെ നിരപരാധിത്വ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നതുമായ ഒട്ടേറെ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയുടെ മുന്നിൽ വയ്ക്കുക. ഇവയുടെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ ചോദ്യം ചെയ്യാനും കേസിൽ നീതി ഉറപ്പാക്കാനുമാണ് പ്രോസിക്യൂഷന്റെ നീക്കം. അതിനിടെ അപ്പീൽ വാദത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ എത്തിയേക്കും. ഇതിനുള്ള നിയമ നീക്കങ്ങൾ അതിജീവിത തുടങ്ങിക്കഴിഞ്ഞു. ദിലീപും ഒന്നാം പ്രതി പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം, സംഭവ ദിവസം ദിലീപിന്റെ ഫോൺ ഉപയോഗത്തിലുണ്ടായ അസ്വാഭാവികതകൾ, നിർണായക മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയെല്ലാം പ്രോസിക്യൂഷൻ അപ്പീലിൽ പ്രധാന വിഷയങ്ങളാക്കി ഉയർത്തും. സുനിയും ദിലീപും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ, ബന്ധം സ്ഥാപിക്കാൻ പൾസർ സുനിയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിലൂടെയാണ് പ്രോസിക്യൂഷൻ തങ്ങളുടെ വാദങ്ങൾ ആരംഭിക്കുന്നത്. സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തൃശൂരിലെ ടെന്നീസ് അക്കാദമിയിലും സിനിമാ ലൊക്കേഷനിലുമായി സുനി ദിലീപിനോടൊപ്പം ഒരേ സമയത്തുണ്ടായിരുന്നതിന്റെ ഫോട്ടോ തെളിവായി ഹാജരാക്കും. ദിലീപിന്റെ കാരവാന്റെ സമീപം പൾസർ സുനി നിൽക്കുന്ന ചിത്രവും പ്രോസിക്യൂഷന്റെ കൈവശമുണ്ട്. നേരിട്ട് പരിചയമില്ലെന്ന ദിലീപിന്റെ വാദത്തെ തകർക്കാൻ ഈ ചിത്രങ്ങൾ നിർണായകമായേക്കും. നടിയെ തട്ടിക്കൊണ്ടുപോയ 2017 ഫെബ്രുവരി 17 ദിലീപിന്റെ ഫോൺ ഉപയോഗരീതിയിലെ അസ്വാഭാവികത പ്രോസിക്യൂഷൻ എടുത്തു പറയും. സംഭവ ദിവസം രാവിലെ 11 സ്വിച്ച് ഓഫ് ചെയ്ത ദിലീപിന്റെ ഫോൺ പിന്നീട് ഓൺ ചെയ്യുന്നത് രാത്രി 9:30. നിർണായകമായ ഈ സമയ ദൈർഘ്യത്തിലെ ഫോൺ സ്വിച്ച് ഓഫ് ദിലീപിന്റെ അറിവോടുകൂടിയുള്ള നീക്കമാണോ എന്ന് പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യുന്നു. ഇതിനിടെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം രാത്രി 9 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമാണ്. നടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്തെ പൾസർ സുനിയുടെ ലൊക്കേഷനിലും അപ്പുണ്ണിയുടെ ഫോൺ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഡ്രൈവർ അപ്പുണ്ണിയുമായി ബന്ധപ്പെട്ട മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ദിലീപ് മറ്റുള്ളവരെ വിളിക്കാൻ അപ്പുണ്ണിയുടെ ഫോൺ ഉപയോഗിച്ചതിന്റെ തെളിവുകളും പ്രോസിക്യൂഷൻ ആയുധമാക്കും. അപ്പുണ്ണിയുടെ ഫോണിൽ നിന്ന് ദിലീപിന്റെ സഹോദരിയെയും പേഴ്സണൽ ഡോക്ടറായ ഹൈദരലിയെയും വിളിച്ചതായി തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പുണ്ണി തന്നെ വിളിക്കാറില്ലെന്ന ഹൈദരലിയുടെ മൊഴി ആ കോളുകൾ ദിലീപിന്റെ അറിവോടെയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ഉപയോഗിക്കുന്നു. ഡ്രൈവർ അപ്പുണ്ണിയുടെ മൊബൈലിൽ നിന്ന് ദിലീപ് പലരെയും വിളിക്കാറുണ്ടെന്ന് തെളിഞ്ഞതും ഈ വാദത്തിന് ബലം നൽകുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ദിലീപിന്റെ ആശുപത്രി അഡ്മിഷൻ രേഖകളെ പറ്റിയുള്ള ജീവനക്കാരിയുടെ മൊഴിയും നിർണായകമാണ്. നടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് 3 ദിവസം മുൻപേ പനി ബാധിച്ച് ആലുവയിലെ ആശുപത്രിയിൽ ദിലീപ് അഡ്മിറ്റ് ആയതായി രേഖയുണ്ട്. എന്നാൽ ഈ രേഖകൾ ഡോക്ടർ പറഞ്ഞ പ്രകാരം പിന്നീട് എഴുതി തയ്യാറാക്കിയതാണെന്ന് ആശുപത്രി ജീവനക്കാരിയുടെ മൊഴി പ്രോസിക്യൂഷനുണ്ട്. ഇത് കേസിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള ശ്രമമായിരുന്നോ എന്ന് പ്രോസിക്യൂഷൻ സംശയിക്കുന്നു.